Hi friends, I am Iqbal. In this video, we will see Friends Agencies in Kozhikode shop. So, here home appliances are cheap. Okay. So, details shop in the location is Kozhikode Mundikkal Thazham. Okay, what details product and the rating shop. അപ്പോൾ നമുക്ക് ഷോപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഷോപ്പിന്റെ ഓണർ സമദ്ക നമ്മളെ കൂടെ ഉണ്ട്. മൂപ്പരോട് നമുക്ക് ചോദിച്ചറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് ഏതൊക്കെ ബ്രാൻഡ് സാധനങ്ങളാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? നോർമലായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് LG ആണ് ചെയ്യുന്നത്. പിന്നെ ബാക്കി കമ്പനി എന്ന് പറഞ്ഞാൽ വോൾട്ടാസ് ചെയ്യുന്നുണ്ട്, ബജാജിന്റെ ഇത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. വാറണ്ടി കാര്യങ്ങളൊക്കെ നോർമലായിട്ട് തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് അതിൽ തന്നെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർ ഇവിടെ ഫാക്ടറി സെക്കൻഡ് ആയിട്ടുള്ള ഐറ്റംസ് കൊടുക്കുന്നുണ്ട്, ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലുള്ള ഐറ്റംസും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫാക്ടറി സെക്കൻഡ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവില്ല, എന്താ പുതിയ വാങ്ങുന്നത് ഇത് വാങ്ങുന്നത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവില്ല. അപ്പോൾ എന്താണെന്നുള്ളത് ഒന്ന് പറയും. ഓക്കെ, നമുക്ക് ഫാക്ടറി സെക്കൻഡ്സ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഫാക്ടറിന്ന് മറ്റും നമ്മളെ ഷോപ്പിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഡാമേജുകൾ, അതായത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മറ്റും വരുന്ന ചതക്കോ അതുപോലെ എന്തെങ്കിലും സ്ക്രാച്ചസ് അതെ. പിന്നെ വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ ഓക്കെ ആയിരിക്കും. അതിൽ ബോഡിയിൽ വരുന്ന ചെറിയ ഡാമേജുകളും കാര്യങ്ങളും അതുകൊണ്ട് അവർക്ക് യൂസ് ചെയ്യുന്ന യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്കത് നോർമൽ വാറണ്ടിയിൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ വാറണ്ടിയിൽ കൊടുക്കാൻ പറ്റും. റേറ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും, റേറ്റിൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഒരു ഫാക്ടറി സെക്കൻഡ് ഐറ്റംസും ചെയ്യുന്നുണ്ട്, ബ്രാൻഡ് ന്യൂ കണ്ടീഷനുള്ള ഐറ്റംസും ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ബ്രാൻഡാണ് ഫാക്ടറി സെക്കൻഡ് ആയിട്ട് ചെയ്യുന്നത്? ഫാക്ടറി സെക്കൻഡ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് LG മാത്രമേ. വാറണ്ടി ഇഷ്യൂ കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന LG മാത്രമേ. ബാക്കി പ്രൊഡക്ട്സ് എല്ലാം ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ്. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ പ്രൊഡക്ട്സിന്റെ റേറ്റും കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഇത് നമുക്ക് വരുന്നത് LGയുടെ തന്നെ 272 ലിറ്റർ മോഡലാണ് വരുന്നത്. ഇതിന് ഡാമേജ് പറഞ്ഞാൽ ഇത് ചെറിയ ഇതിലുള്ള സൈഡിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളതേ ഉള്ളൂ. വേറെ മെയിനായിട്ടുള്ള വേറെ ഇഷ്യൂ ഒന്നുമില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ ഏകദേശം 32 രൂപ 35 രൂപ ആ ലെവൽ വരുന്നതാണ്. നമ്മളെ റേറ്റ് വരുന്നത് ആകെ 22 രൂപ വരുന്നുള്ളൂ. 22,900 ഞങ്ങളായിട്ട് 22 രൂപയ്ക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇത് വരുന്നതും. ഇത് ഡയോസ് പറഞ്ഞ മോഡൽ ഇത് വരുന്നതാണ്, 4 ഡോർ വരുന്നതാണ്. ഇത് 400 സംതിങ് വരുന്നതാണ്, വലിയത് വരുന്നതാണ്. സാധു ഫ്രീസർ വരുന്നത്, മോള് ഫ്രിഡ്ജ് വരുന്ന മോഡലാണ്. ഇത് നമുക്ക് കാണുന്ന ഡാമേജ് ആണ് മെയിൻ ആയിട്ടുള്ളത്. വേറെ ഇതിനൊക്കെ നമുക്ക് ഫ്രിഡ്ജ് എല്ലാ മോഡലും വരുന്നതും 1 ഇയർ ആണ് നോർമൽ വാറണ്ടി. 10 ഇയർ കംപ്രസർ വാറണ്ടിയും വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് നോർമൽ വൈഫൈ ഓപ്ഷൻ ഒക്കെ ഉള്ള എല്ലാം ലേറ്റസ്റ്റ് മോഡൽ തന്നെയാണ് വരുന്നത്. ഈ കാണുന്നതാണ്, അതായത് അതെ ഒരു ബോക്സിൽ വെച്ചിട്ടുള്ള ഇതിൽ കുടുങ്ങിയ കേസുകളാണ് വരുന്നത്. ഇത് നമുക്ക് ഏകദേശം 40,000 രൂപയാണ് ഞങ്ങളെ റേറ്റ് വരുന്നത്. ഷോപ്പിലൊക്കെ ആകുന്ന എന്തായാലും ഒരു 80,000 രൂപ ലെവൽ വരുന്നതാണ്. ഇത് ഞങ്ങൾക്ക് കുറച്ച് ഡാമേജ് കൂടുതലായതുകൊണ്ട്, ഫിസിക്കലായിട്ടുള്ള ഡാമേജ് കൂടുതലായതുകൊണ്ടുള്ള റേറ്റ് കുറവാണ്. പിന്നെ ഇത് ഡബിൾ ഡോർ വലിയ മോഡൽ വരുന്നത്. ഇതിന്റെ ഡാമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് തന്നെ നോക്കിയാൽ കാണാൻ കഴിയും. ഡോർ ചതങ്ങിയ ഇതാണ്, കോർണർ ഇതായതാണ്. ഓക്കെ, ഇതിന് ഞങ്ങൾ റേറ്റ് വരുന്നത് 41 രൂപയാണ് ഇത് വരുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വൈഫൈയും ടച്ചും കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമുക്ക് നോർമലി. അതെ, ഇത് എന്തായാലും 70 അടുത്ത് വരുന്ന റേറ്റ് വരുന്നതാണ്. ഇത് നമുക്ക് 398 ലിറ്റർ ആണ് ഇത് വരുന്നത് കേട്ടോ. 1 ഇയർ എല്ലാ ഫ്രിഡ്ജും എല്ലാ ഇത് വരുന്നത് LGയുടെ എല്ലാ ഫ്രിഡ്ജും വരുന്നത് നോർമലി 1 ഇയർ വാറണ്ടിയും 10 ഇയർ കംപ്രസർ വാറണ്ടിയാണ് വരുന്നത് കേട്ടോ. എല്ലാതും ഫ്രഷ് പീസ് തന്നെ അത് വരുന്നത്. നമുക്ക് ബോഡിയിൽ കൊടുക്കുന്ന ചെറിയ ഡാമേജ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് ഡബിൾ ഡോറിലൊക്കെ സ്റ്റാർട്ടിങ് വരുന്ന റേറ്റ് വരുന്ന മോഡലാണ്. കാരണം അധികം നമുക്ക് ചെറിയ റേറ്റ് ഉള്ളതാണ് പെട്ടെന്ന് പോകുന്നത്. അതായത് കുറഞ്ഞ റേറ്റ് ഇതാക്കിയിട്ട് പറ്റിയ ഇതാണ് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് 234 ലിറ്റർ ആണ് ഇത് വരുന്നത്, അടി വരുന്നത്. ഇത് ഷോപ്പിലൊക്കെ ഏകദേശം 30 രൂപ ലെവൽ വരുന്നതാണ്. ഞങ്ങളടുത്ത് 22 രൂപ ആ ലെവലൊക്കെ ആയിട്ട് ചെയ്യും. 21 രൂപ വരെ നമ്മൾ ഇതാക്കി കൊടുക്കുന്നുണ്ട് റേറ്റ്. ഇതിനുള്ള ഡാമേജ് അറിയാനൊന്നുമില്ല കേട്ടോ, നമുക്ക് ഫിസിക്കലായിട്ട് തന്നെയില്ല. ബാക്ക് സൈഡിലെ ബോഡിയിൽ ചെറിയൊരു ചതക്കം മാത്രമേ ഇതുള്ളൂ. ഇല്ല, ഡെലിവറി ഇല്ല. കാരണം ചിലപ്പോൾ ഞങ്ങൾക്ക് ലോങ് ഏരിയ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിനുള്ള ഫെസിലിറ്റി വരുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മോഡൽ വരുന്ന ടൈപ്പാണ് ഇത് വരുന്നത്. 246 ലിറ്റർ വരുന്നത്. ഇത് നമുക്ക് റേറ്റ് ഷോപ്പിലൊക്കെ ഏകദേശം 30 രൂപേൻ്റെ അടുത്ത് തന്നെ വരുന്നതാണ്. ഞങ്ങൾ റേറ്റ് വരുന്നത് 23 രൂപ വരുന്നത്. അതേതിൽ തന്നെ ടച്ച് വരുന്ന മോഡലാണ് ഇത് വരുന്നത്. ഡിസ്പ്ലേ ഇത് വരുന്ന വൈഫൈ ഒക്കെ ഉള്ള പക്ഷേ അത് വൈഫൈ ഒന്നും ഇല്ല, സാധാ മോഡലാണ് മാത്രം. വൈഫൈ ഇതൊക്കെ ഉള്ള മോഡൽ തന്നെ സെയിം. ഇത് രണ്ടും തമ്മിലാകാൻ നമുക്കൊരു 1000 രൂപേൻ്റെ മാറ്റമേ വരുന്നുള്ളൂ.
അത് 23 രൂപ കൊടുക്കുന്നത് 24 രൂപ വരുന്നത്. എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം കൊടുക്കുന്നുണ്ട്. 23 ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ 21 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ വാഷിംഗ് മെഷീൻ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത് നമുക്ക് വരുന്നത് സെമി ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, പിന്നെ ഓട്ടോമാറ്റിക്കലി ടോപ്പ് ലോഡാണ് വരുന്നത്. സെമി ഓട്ടോമാറ്റിക്കലി LGൻ്റെ വരുന്നുണ്ട്, വോൾട്ടാസിൻ്റെ വരുന്നുണ്ട്. സെമി ഓട്ടോമാറ്റിക് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് വരുന്നത് 10 കിലോൻ്റെ വരുന്നത്, LGയുടെ വരുന്നത്. ഇത് നമുക്ക് ഇവിടെ വരുന്ന റേറ്റ് വരുന്നത് 16 രൂപയാണ് വരുന്നത്. ഞങ്ങളുടെ റേറ്റ് വരുന്നത് ഷോപ്പിലൊക്കെ ഏകദേശം 20 രൂപേൻ്റെ അടുത്ത് വരുന്നതാണ്, 22 രൂപയുടെ വരുന്നുണ്ട്. 10 കിലോ ആണ് വരുന്നത്. അതുപോലെ തന്നെ വോൾട്ടാസിൻ്റെ ആണ് പിന്നെ വരുന്നത്, 7 kg ആണ് ഇത് വരുന്നത്. ഇത് നമ്മുടെ റേറ്റ് വരുന്നത് 9 രൂപേൻ്റെ അടുത്താണ് വരുന്നത്. ഓക്കെ, അത് ഷോപ്പിലൊക്കെ ഏകദേശം ഒരു 9,500 അതിന് മേലോട്ടായിട്ട് ഉണ്ടാകുക. എന്തായാലും ഞങ്ങളുടെ അടുത്ത് വരുന്നത് മാക്സിമം റേറ്റ് ആയിട്ട് 50 രൂപയ്ക്ക് ചെയ്താക്കി കൊടുക്കും. പിന്നെ വരുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഡയറക്റ്റ് ഡ്രൈവ് എന്ന് പറയും. ഡയറക്റ്റ് ഡ്രൈവ് വരുന്ന മോഡലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇതിന്റെ റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് 22 രൂപ വരെ നമുക്ക് ഇത് ഇതാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഷോപ്പിലൊക്കെ ഏകദേശം 30 രൂപ 29 രൂപ ലെവലാണ് വരുന്നത്. പുതിയ സാധനം തന്നെ, ഇതൊന്നും ഡാമേജ് ഉള്ളതല്ല കേട്ടോ. ഇതൊക്കെ ഇതാണ്, സീനോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, പിന്നെ ഫ്രണ്ട് ലോഡ് ഉണ്ടായിരുന്നു. ഫ്രണ്ട് ലോഡൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞതാണ്. ഫ്രണ്ട് ലോഡൊക്കെ ഞങ്ങൾ 22 രൂപയ്ക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ ഇതിന്റെ കൂടെ അല്ലാതെ ഞങ്ങൾ ചെയ്യുന്നത് ഫാന്, ബജാജിന്റെ ഫാന്, നെർസോയിന്റെ ഫാന്, അങ്ങനെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഫ്രഷ് പീസ് ആയിട്ടാണ് കൊടുക്കുന്നതാണ്, സെക്കൻഡ്സ് അല്ല. അത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എന്തായാലും റേറ്റ് കുറച്ചിട്ട് നമുക്ക് മാക്സിമം ചെയ്ത് ഇതാക്കി കൊടുക്കുന്നുണ്ട്. ഫാനൊക്കെ നമുക്ക് നോർമൽ വരുന്ന 2 year വാറന്റി ഇത് വരുന്നത്. ആ ലെവലൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത്. വാറന്റി ഒക്കെ സെയിം തന്നെ, ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ഇതിൽ തന്നെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ബോക്സ് പീസ് ഇത് തന്നെയാണ്, ഫ്രഷ് പീസ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഞങ്ങളിപ്പോൾ അതിന്റെ കൂടെ ചെയ്യുന്നത് മെയിനായിട്ട് പിന്നെ TV ചെയ്യുന്നുണ്ട്, AC യും ചെയ്യുന്നുണ്ട്. അതിനോട് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് കുറവാണ്. നിങ്ങൾ കസ്റ്റമർ വന്ന് റിക്കമെൻഡ് തരികയാണെങ്കിൽ ഞങ്ങൾ അനുസരിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കും. TV ഒക്കെ നമുക്ക് 43 ഇഞ്ച് നമ്മൾ ഒരു 10 രൂപ വരെ ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ആയിട്ട്. ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് കഴിഞ്ഞതാണ്. എങ്കിലും നിങ്ങൾ നേരത്തെ പറയുകയാണെങ്കിൽ LG ബ്രാൻഡ് ഇത് തന്നെ. അതെന്ന് പറഞ്ഞാൽ ഡാമേജ് അല്ല, യൂസർ ആയിട്ടുള്ള ഇതൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. ഫ്രഷ് പീസും അല്ല, നല്ല ഡാമേജും അല്ല. കാരണം TV ഡാമേജ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ പോയ കേസൊക്കെ ഉണ്ടാവാറ്. ഞങ്ങൾ അങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കില്ല. നമുക്ക് വർക്കിംഗ് കണ്ടീഷനിൽ വെച്ചിട്ട് അവർക്ക് ഒരു ഇത്ര ഗ്യാരണ്ടിയും കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത്. പിന്നെ AC ഇതൊക്കെ വരുന്നത് അതൊക്കെ നമുക്ക് സെക്കൻഡ്സിൽ വരുന്നതാണ്. അതിന്റെ ചെറിയ ഡാമേജ് എന്തെങ്കിലും ആയിരിക്കും, അത് ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾ അതും കൊടുക്കുന്നുണ്ട്. 1 ton ഞങ്ങൾക്ക് ഏകദേശം 22 രൂപ ആ ലെവലൊക്കെ തന്നെയാണ് ഞങ്ങളും കൊടുത്തത്. ഷോപ്പിലൊക്കെ ഏകദേശം 35 രൂപ വരുന്നുണ്ട് 1 ton വരുന്നത്. പിന്നെ ആ ലെവലാണ് ഞങ്ങൾ മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത്. ഇല്ല, അത് LG മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ വാറന്റി ഇഷ്യൂയും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് നമ്മൾ LG മാത്രമാണ് പ്രിഫർ ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഡെലിവറി ചെയ്യാൻ പറ്റും? ഡെലിവറി നോക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ല എവിടെയാണെങ്കിലും നമ്മൾ ഇതാക്കാം, കുഴപ്പമില്ല. ബാക്കിയുള്ള ജില്ലയിലേക്ക് പോകുന്നവരുള്ള ഒരു ഇഷ്യൂ കാര്യങ്ങളേ ഉള്ളൂ. നമുക്കിത് പറയുകയാണെങ്കിൽ ഇവിടെ മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും മുണ്ടിക്കത്താഴത്തേക്ക് വന്ന് മുണ്ടിക്കത്താഴത്ത് നിന്നും CWRDM റോഡ്, അതായത് പെരിങ്ങളം പോകുന്ന റോഡ് അല്ലെങ്കിൽ മിൽമേൽ പോകുന്ന റോഡ് എന്ന് പറയാം. അതിൽ നമുക്കൊരു 200 മീറ്റർ, മുണ്ടിക്കത്താഴത്ത് നിന്നും 200 മീറ്റർ അതാണ് വരുന്നത്. അപ്പോൾ ഇവരിവിടെ ഹോം അപ്ലയൻസസ് മാത്രമല്ല, അതിനോട് ചേർന്ന് തന്നെ എക്സൈഡ് ബാറ്ററീസിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും കൂടി ഇവരിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അതിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന നമ്മളെ സമർക്ക നമ്മളോട് അതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പറയും. വേറൊരു ബാറ്ററി ബ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത് പകരം എക്സൈഡ് എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യണം? ചൂസ് ചെയ്യാനാണെങ്കിൽ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ വാറന്റിയും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്ന ബ്രാൻഡ് എക്സൈഡ് മാത്രമാണ്. ഇന്ത്യയിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ എടുത്ത ബാറ്ററികൾക്ക് പിന്നെ റീപ്ലേസ്മെന്റ് എവിടുന്നും കിട്ടും. അതായത് ഇന്നെ വാങ്ങിയ സ്ഥലത്ത് തന്നെ വന്നോളണമെന്നില്ല. പിന്നെ അതേപോലെ വാറന്റി കാർഡിൻ്റെ ആവശ്യമില്ല. ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ കാർഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും വിഷയമല്ല. കാർഡിൻ്റെ ആവശ്യം തന്നെ നിലവിൽ വരുന്നില്ല. പിന്നെ ഓരോ OTP വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ രജിസ്റ്റർ ആയി. അപ്പോൾ അത്രയും സിംപ്ലിഫൈ ആണ് എന്ത് സാധനമാണെങ്കിലും. പിന്നെ വാറന്റി ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞാൽ ജസ്റ്റ് കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ വാറന്റിയാണ്. ബാക്കിയുള്ള കുറേ ബ്രാൻഡുകൾ ഒരാഴ്ചയൊക്കെ എടുക്കും. അപ്പോൾ കസ്റ്റമർ കുറേ ബുദ്ധിമുട്ടാവും. നമുക്ക് പ്രോഫിറ്റ് കൂടുമെന്ന് കരുതിയിട്ട് നമ്മൾ എല്ലാ ബ്രാൻഡും എടുത്ത് ചെയ്യണമെന്ന് വെച്ചാണ് എക്സൈഡ് മാത്രമേ ചെയ്യുന്നത്. എല്ലാം അഡ്വാൻറ്റേജ് മെയിനായിട്ട് വരുന്നത്. പിന്നെ എക്സൈഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 46 തുടങ്ങിയ കമ്പനിയാണ്. അപ്പോൾ അത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും പോലെ ബാറ്ററിയിലും എക്സൈഡിൻ്റെ എല്ലാ ബാറ്ററി ഉണ്ട്. ഇൻവേർട്ടേഴ്സ് ഫുൾ എക്സൈഡിലുള്ള സാധനങ്ങളുണ്ട്. എല്ലാ ഐറ്റംസ്, ഓട്ടോമോട്ടീവ്, ബൈക്ക്, കാറ്. വാറണ്ടി ബൈക്കിൻ്റെ ഒക്കെ 48 മാസം. പിന്നെ 1 year മുതൽ 77 മാസം വരെ വാറണ്ടി വരും. അതായത് 6.5 കൊല്ലം വരെ വാറണ്ടി വരുന്ന ഓട്ടോമോട്ടീവ് ബാറ്ററികൾ വരുന്നുണ്ട്. അതേപോലെ പിന്നെ ഇൻവേർട്ടർ ബാറ്ററികൾ 5 കൊല്ലം വരെ റീപ്ലേസ് വരുന്നത്. പിന്നെ സോളാർ ബാറ്ററികൾ വരുന്നുണ്ട്. ഇതൊക്കെ സോളാർ ട്യൂബ്ലറാണ് വരുന്നത്. പിന്നെ EL ബാറ്ററി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഓഫറും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും?
ഓക്കെ, നമുക്ക് അത് ചെയ്യാൻ പരിഗണിക്കാവുന്നതാണ്. അതുപോലെ നമ്മളിവിടെ നോർമലി ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന റേറ്റ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. നമുക്ക് അതിലെന്തെങ്കിലും നിങ്ങൾ വീഡിയോ കണ്ടു വരുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. മാക്സിമം വരെ നമ്മൾ ഏകദേശം 1000 വരെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അഡീഷണൽ 1000 കൂടി നിങ്ങൾ ചെയ്ത് കൊടുക്കാം. വീഡിയോ കണ്ടു വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ 1000 റുപ്പീസ് കൂടി നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ചെയ്തിരുന്നതാണ് മൂപ്പര് പറയുന്നത്. റേറ്റ് മാക്സിമം നെഗോഷ്യബിൾ ആണ്, നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യാം. താങ്ക് യു.